ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയണം, അല്ലാതെ ഈ വളച്ചു കെട്ടി പറയുന്നത് എനിക്കിഷ്ടമല്ല. എടി കൊച്ചേ, നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ പറ. സത്യഭാമയുടെ വീടിനുള്ളിൽ തന്നെ സത്യഭാമയെ ചതിക്കുന്നവരുണ്ട്. അവർ വർഷങ്ങളായിട്ട് സത്യഭാമയെ ചതിച്ചുകൊണ്ടിരിക്കുക. എന്നെ ചതിക്കുന്നുവെന്നോ? ഈ സത്യഭാമയോ? കൊച്ചേ, എന്തെങ്കിലും കാര്യം പറയുന്നെങ്കിൽ അത് വ്യക്തമായിട്ട് പറയണം. സുസ്മിതയപ്പ സത്യഭാമയോട് പറയുവാണ്, ഞാൻ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. നിങ്ങൾ ആ വീട്ടിൽ ചതിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. എടി പെണ്ണെ, ഞാൻ വീണ്ടും നിന്നോട് പറയുക, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തെളിച്ച് പറയണം. ഇങ്ങനെ തലയും വാലുമില്ലാതെ എന്നോട് സംസാരിക്കരുത്. എനിക്കത് കേൾക്കാനൊട്ട് സമയമില്ല. സത്യഭാമ ഇങ്ങനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നതല്ല, ശ്യാമ കണ്ടുകൊണ്ടിരിക്കുവാണ്. ശ്യാമ അവിടെ നിന്നോട്ട് വിറയ്ക്കുവാണ്. ദൈവമേ, ഇത് കുഞ്ഞേച്ചി പറഞ്ഞ അവൾ തന്നെ ആയിരിക്കുമല്ലോ. അയ്യോ, എന്നെക്കുറിച്ചാണോ പറയുന്നത്? പപ്പിമോളെ ഞാൻ പ്രസവിച്ചില്ലെന്നാണോ അവൾ പറയാൻ പോകുന്നത്? അയ്യോ, സത്യാമ്മ ഇതെല്ലാം കേട്ടിട്ടിപ്പോൾ എന്നെ തുറിച്ചു നോക്കുമല്ലോ. എന്നെ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് അടിച്ചിറക്കും എന്നൊക്കെ ഇങ്ങനെ ഭയന്ന് ശ്യാമ ചിന്തിച്ചുകൊണ്ട് നിൽക്കുവാണ്. സുസ്മിത വീണ്ടും സത്യഭാമയോട് പറയുവാണ്, സത്യഭാമയുടെ വീട്ടിൽ വളരുന്ന പപ്പി ശരിക്കും ആരാണെന്നാ വിചാരിച്ചോണ്ടിരിക്കുന്നത്? അത് ആരുടെ മോളാണെന്നെങ്കിലും അറിയാവോ? എടി പെണ്ണെ, നീ ആരോടാ കളിക്കുന്നതെന്നറിയാവോ? നീ വായിക്കൊള്ളാത്ത പേരൊക്കെ വിളിച്ച് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി നീ ഏതോ കൊനഷ്ടം കൊണ്ട് വരികയാണെന്ന്. എൻ്റെ കൊച്ചുമോള് പപ്പി ആരാണെന്ന് നീ പറഞ്ഞിട്ട് വേണോടി ഞാൻ അറിയാന്? എനിക്കേ അറിയാവൂ സത്യഭാമേ, അത് ആരുടെ മോളാണെന്ന്. നിനക്കേ അറിയാവുള്ളെന്ന്? എന്തൊക്കെയാടി നീ പറയുന്നേ? പപ്പി യഥാർത്ഥത്തിൽ ശ്യാമയുടെയും രോഹിത്തിൻ്റെയും മകളല്ല എന്ന് മുഴുക്ക പറയിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ശ്യാമ പെട്ടെന്ന് സത്യഭാമയുടെ ദേഹത്തോട്ടങ്ങ് വീണ് ആ ഫോൺ തള്ളി താഴെ ഇടുകയാണ്. എന്നിട്ടൊന്നും അറിയാത്ത പോലെ പെട്ടെന്ന് ശ്യാമ, അയ്യോ സത്യാമ്മേ, എൻ്റെ കാലൊന്നറിയാതെ മടങ്ങിപ്പോയതാ, അയ്യോ ഞാൻ അറിഞ്ഞില്ല, സോറി എന്നും പറഞ്ഞ ശ്യാമ ആ ഫോൺ എടുത്ത് തുടച്ചിങ്ങനെ സത്യഭാമയുടെ കൈ കൊടുക്കുവാണ്. സുസ്മിത അവിടെ കിടന്നിട്ട് ഹലോ ഹലോ എന്ന് വിളിക്കുന്നുണ്ട്. സത്യഭാമ ഫോൺ എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ ഡിസ്പ്ലേ അങ്ങ് പോയി. ശ്യാമ വീണ്ടും സോറി സത്യാമ്മേ, ഞാനിത് മനഃപൂർവ്വം ചെയ്തതല്ല യോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സത്യഭാമ പറയുന്നുണ്ട്, ആ പോട്ടെ, കുഴപ്പമില്ല, സംഭവിച്ചു പോയില്ലേ, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്താ കാര്യം, കുഴപ്പമില്ല, ഫോൺ ശരിയാക്കി എടുക്കാം എന്നിങ്ങനെ സത്യഭാമ പറഞ്ഞ് സമാധാനപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ സുസ്മിത പറയാൻ ഉദ്ദേശിച്ചു വന്ന കാര്യം സുസ്മിതയ്ക്ക് പറയാനും പറ്റിയില്ല. പെട്ടെന്ന് തന്നെ ശ്യാമ ഓടിച്ചെന്ന് ശാലിനിക്ക് ഫോൺ ചെയ്യുവാണ്. കുഞ്ഞേച്ചി, സത്യാമ്മയ്ക്ക് എവിടുന്നെങ്കിലും ഫോൺ വന്നാൽ ശ്രദ്ധിക്കണമെന്ന് കുഞ്ഞേച്ചി പറഞ്ഞില്ലായിരുന്നോ? പപ്പിയെ കുറിച്ച് എന്തെങ്കിലും പ്രത്യേകിച്ച് പറഞ്ഞാൽ അത് ശ്രദ്ധിച്ചോണോന്നും പറഞ്ഞില്ലേ? അങ്ങനെ ആരെങ്കിലും ഇപ്പൊ വിളിച്ചോ ശ്യാമേ? ആ വിളിച്ചു കുഞ്ഞേച്ചി, സത്യാമ്മയെ ഇവിടെ ആരൊക്കെയോ ചേർന്ന് ചതിക്കുന്നു എന്ന് വിളിച്ചവൾ പറഞ്ഞത്. അപ്പൊ ശാലിനി പറയുന്നു, ആ അപ്പോഴെനിക്ക് മനസ്സിലായി, എന്നെ വിളിക്കുന്നവള് തന്നെയാണ് അപ്പോൾ അങ്ങോട്ട് വിളിച്ചിരിക്കുന്നത്. അവള് രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുക എല്ലാവരുടെയും കുടുംബം തകർക്കാന്. കുഞ്ഞേച്ചി അതിപ്പോൾ നേരത്തെ എന്നോട് പറഞ്ഞതുകൊണ്ടാണ് ഇത് ശ്രദ്ധിക്കാൻ പറ്റിയത്, അല്ലെങ്കിൽ എന്തായാലേ. അതേതായാലും നന്നായി. ശ്യാമയെ നീ പ്രത്യേകം ശ്രദ്ധിച്ചോണം, അവൾ പെട്ടെന്നൊന്നും ഒഴിഞ്ഞു പോകാൻ സാധ്യതയില്ല. പ്രതികാരം, അതാണ് അവൾ ഈ ഗെയിമിനിട്ടിരിക്കുന്ന പേര് തന്നെ. എൻ്റെ കുഞ്ഞേച്ചി, എനിക്ക് പേടിയാകുന്നു. ഈ ഫോണിൽ കൂടി ഭീഷണിപ്പെടുത്തുന്നവളെ പെട്ടെന്നൊരു ദിവസം വീട്ടിലോട്ട് ഇങ്ങ് കയറി വന്നാലോ? പപ്പിയെയും സത്യയും സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം സത്യാമ്മയോട് നേരിട്ട് തന്നെ അവൾ പറഞ്ഞാലോ? അത് ശ്യാമയെ അവൾക്ക് നേരിട്ട് വരാൻ ഭയമുള്ളത് കൊണ്ടാണല്ലോ ഫോണിൽ കൂടി ഭീഷണി മുഴക്കുന്നത്. അതുകൊണ്ട് തൽക്കാലം ആ പേടി വേണ്ട. എന്നാൽ അവൾ ഇനിയും ഫോൺ ചെയ്യാൻ സാധ്യതയുണ്ട്, അത് നീ ശ്രദ്ധിച്ചോണം. ഞാൻ ശ്രദ്ധിച്ചോളാം കുഞ്ഞേച്ചി. അതൊക്കെ കഴിഞ്ഞ് ശാലിനി വിഷ്ണു പറഞ്ഞതൊക്കെ ഇങ്ങനെ ഓർത്തോണ്ടിരിക്കുകയാണ്. പഴയതുപോലെ ഒരു വീട് വാടകയ്ക്കെടുത്ത് നമുക്ക് ഒന്നിച്ച് ജീവിക്കാം, ഞാനും താനും നമ്മളുടെ സത്യമോളും ചേർന്ന്. ദൈവമേ, ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചതാണല്ലോ നടക്കാൻ പോകുന്നത്. ദിവസങ്ങൾ ചെല്ലും തോറും സത്യമോക്ക് അച്ഛനെ കാണണമെന്നുള്ള ആഗ്രഹവും കൂടിക്കൊണ്ടിരിക്കുക. പക്ഷേ വിഷ്ണുവേട്ടനുമായിട്ട് ഒന്നിച്ച് ജീവിക്കുമ്പോൾ സത്യയെ അറിയിക്കാതിരിക്കാനും പറ്റില്ലല്ലോ വിഷ്ണുവേട്ടൻ ആരാണെന്ന്. സത്യമോളുടെ മാത്രമല്ലല്ലോ ചോദ്യം, പല ഭാഗത്തുനിന്നും ചോദ്യങ്ങളുണ്ടാവും. എല്ലാവർക്കും വ്യക്തമായ മറുപടി കൊടുക്കുകയും വേണം. മൂടി വെച്ചിരിക്കുന്ന സത്യങ്ങൾക്ക് എന്നേക്കുമായ ഒരു മോചനം അതുടനെ ഉണ്ടായേ പറ്റൂ. സത്യമോളാണെങ്കിൽ അച്ഛൻ്റെ ഫോൺ വന്നില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് ഭക്ഷണം കഴിക്കാനും തോന്നുന്നില്ല, അച്ഛൻ ഭക്ഷണം കഴിച്ചോന്ന് അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ശാരദാമ്മയോട് പറയുന്നു. ദൈവമേ, ഈ കൊച്ചിനെപ്പോഴും അച്ഛൻ്റെ ചിന്തയുള്ളല്ലോ. ആരാ ഈ കൊച്ചിനെ ഇങ്ങനെ വിളിക്കുന്നത്? ഇനി വിഷ്ണുവോ മറ്റോ ആണോ? ശാരദാമ്മ പറഞ്ഞ പോലെ ചിലപ്പോൾ അച്ഛൻ ബിസി ആയിരിക്കും, അതായിരിക്കും വിളിക്കാത്തത്. അല്ലാതെ ഈ സത്യമോളോട് ഇഷ്ടക്കേട് കൊണ്ടൊന്നും അല്ല. സത്യമോൾ അങ്ങനെ ഭക്ഷണം കഴിക്കാതെ ഫോണെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുവാണ്. ശാരദാമ്മ മനസ്സിൽ പറയുക, എൻ്റെ ഭഗവാനെ, ഈ കുരുന്നു കുഞ്ഞിൻ്റെ മനസ്സ് നീ എങ്ങോട്ടൊക്കെയാണ് കൊണ്ടുപോകുന്നത്? ഈ വിളിക്കുന്നത് ആരായാലും ഈ കുഞ്ഞിനോട് കാണിക്കുന്നത് ക്രൂരതയാ. ഒരാൾക്കും പൊറുക്കാനാവാത്ത തെറ്റാണ് ചെയ്യുന്നത്. അങ്ങോട്ട് ശാലിനി വരുന്നുണ്ട്. ശാലിനി ചോദിക്കുന്ന, എന്താ സത്യമോളെ ഭക്ഷണം ഇങ്ങനെ മുന്നിൽ വെച്ചോണ്ടിരിക്കുന്നത്? കറികളൊന്നും ഇഷ്ടപ്പെട്ടില്ലേ? ശാരദാമ്മ പെട്ടെന്ന് പറയോ, അതൊന്നും അല്ല കാര്യം, അച്ഛൻ വിളിക്കാത്തതിൻ്റെ സങ്കടത്തിലിരിക്കുക.
ശാലിനി സത്യമോളോട് ഇണങ്ങി പിടിച്ച് ചോദിക്കുന്നുണ്ട്, മോളെ അച്ഛൻ എപ്പോഴൊക്കെയാ മോളെ വിളിക്കുന്നത്? അങ്ങനെ പ്രത്യേകിച്ച് സമയമൊന്നുമില്ലമ്മേ, അച്ഛന് സമയം കിട്ടുമ്പോഴൊക്കെ വിളിക്കും. പക്ഷെ എന്താണെന്നറിയില്ലമ്മേ, അങ്ങോട്ട് വിളിക്കാൻ പറ്റില്ല. ഇന്നെന്നെ വിളിച്ചായിരുന്നമ്മേ. ഇന്നും വിളിച്ചിരുന്നോ? ആ, അപ്പോൾ സ്ഥിരമായിട്ട് ആരോ സത്യയെ വിളിക്കുന്നുണ്ട്. അതാരാണെന്ന് എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ എന്നിങ്ങനെ ശാലിനി മനസ്സിൽ പറയുന്നുണ്ട്. ഇനി മോളെ അച്ഛൻ ഫോൺ ചെയ്യുമ്പോഴേ ആ ഫോൺ അമ്മയ്ക്കൊന്ന് തരണേ, അമ്മയ്ക്കൊരു കാര്യം പറയാന്. അതെന്തിനാ? അമ്മയ്ക്ക് അങ്ങ് നേരിട്ട് അച്ഛനെ വിളിച്ച് പറഞ്ഞുകൂടെ? മോളെ, മോടെ അച്ഛൻ ബിസി അല്ലേ, പിന്നെ എങ്ങനെ കിട്ടാനാ അമ്മയ്ക്ക് വിളിക്കുമ്പോ? ശാരദാമ്മ വീണ്ടും സത്യമോളെ ഭക്ഷണം കഴിപ്പിക്കാൻ നോക്കുമ്പോൾ സത്യമോള് പറയുന്നു, പോയി ശാരദാമ്മ വേണ്ടാന്ന് പറഞ്ഞ ഇങ്ങനെ തന്നേരെ, ഞാൻ റൂമിൽ കൊണ്ടുവച്ചിരുന്ന് കഴിച്ചോളാം. മോളെ, സത്യ ഫോൺ ചെയ്യുന്ന ആരാന്ന് വെച്ചാൽ എളുപ്പം കണ്ടുപിടിക്കണം. ഇപ്പൊ തന്നെ ഒരുപാട് വൈകിയെന്നാ തോന്നുന്നത്. ഇനി നമ്മുടെ വിഷ്ണു തന്നെയാണോ മോളെ? അതിനൊരു സാധ്യതയില്ലമ്മേ. വിളിക്കുന്ന ആളിന് വേറെ എന്തോ ഉദ്ദേശമാണ് മോളെ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതേ, നിങ്ങൾ ഒരുമിച്ച് വാടക വീട്ടിൽ താമസിക്കാൻ പോകുമ്പോഴേ സത്യമോളോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയണ്ടേ? വിഷ്ണുവിന് ഈ കാര്യം സത്യാമ്മയോട് പറയുമ്പോൾ അവിടെ എന്തായിരിക്കും പൊട്ടിത്തെറിയെന്നൊന്നും അറിയില്ലല്ലോ. അതല്ലെങ്കിൽ എന്റെ പേര് കേൾക്കുമ്പോഴേ സത്യാമ്മ ഉറഞ്ഞു തുള്ളുവല്ലോ അമ്മേ. എന്നാലിത് അങ്ങനെയല്ല മോളെ. എന്നേക്കുമായി വിഷ്ണു ആ വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ പോവുകയാണെന്നാ പറയാൻ പോകുന്നത്. അത് സത്യാമ്മയ്ക്ക് ഒട്ടും ഉൾക്കൊള്ളാനാവില്ല. എന്തായാലും വരുന്നതൊക്കെ വരുന്ന പോലെ വരട്ടമ്മേ, അനുഭവിക്കാതെ തന്നെ. നമ്മുടെ കഥാനായകൻ വിഷ്ണു രാത്രി ബാഗിനകത്ത് തന്റെ ഡ്രസ്സെല്ലാം ഇങ്ങനെ പാക്ക് ചെയ്ത് വെക്കുവാണ്. ഞാനിവിടുന്ന് താമസം മാറുവാന്നെങ്ങനെ പറയുമ്പോഴേ ഇവിടെ ഒരു പുകിലുണ്ടാകും. എങ്ങനെയാ ഇതൊന്ന് അവതരിപ്പിക്കുന്നേ? ശാലിനിയും കുട്ടി മാറി താമസിക്കാനാ പോകുന്നതെന്ന് ഒരു കാരണവശാലും ഇവിടെ പറയാൻ പറ്റില്ല. ഇനി ഒരു ജോലിക്കായിട്ട് പോകുക എന്ന് പറഞ്ഞു നോക്കിയാലോ? പക്ഷേ ഹോട്ടലിന്റെ കാര്യത്തിൽ ഇതുവരെ ഒന്നും ശ്രദ്ധിക്കാത്തതുകൊണ്ട് അതൊട്ട് വിശ്വസിക്കൊന്നും തോന്നുന്നില്ല. ജോലിക്ക് പോവുകയാണെന്ന് പറഞ്ഞാലും ഇപ്പൊ എന്തിനാ ജോലിക്ക് പോകുന്നതിന് ശക്തമായിട്ടുള്ള ചോദ്യങ്ങൾ തന്നെ വരും. അമ്മയ്ക്ക് എന്തെങ്കിലും മനസ്സിലായ പിന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനേ കഴിയത്തില്ല. പിന്നെ എന്താ ഒരു വഴി? കമലനെ ഒന്ന് വിളിച്ചു നോക്കാം. അവനാണെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ഉടായ്പ പരിപാടികൾക്ക് ഉസ്താദാന്നല്ലോ എന്നും പറഞ്ഞ് വിഷ്ണു കമലനെ വിളിക്കുവാണ്. പക്ഷെ നിർഭാഗ്യവശാൽ കമലൻ ഫോൺ എടുക്കുന്നില്ല. മാറി താമസിക്കാന്ന് വിചാരിച്ച സമയം ഒരു ബെസ്റ്റ് ടൈമാണെന്ന് തോന്നേ. ഒരു സഹായം ചോദിക്കാൻ പോലും ആരുമില്ല. ഇനിയിപ്പോ എന്താ ചെയ്യുക? എങ്ങനെയാ വിവരം ഇവിടെ ഞാനൊന്ന് അവതരിപ്പിക്കുന്നേ? പുതിയ എന്തെങ്കിലും ബിസിനസ് തുടങ്ങാനാണെന്ന് പറഞ്ഞാലോ? അതിനുവേണ്ടി കുറച്ചുനാളൊന്ന് മാറി നിൽക്കണമെന്ന് പറയാം. ശാലിനിയായിട്ട് മാറി താമസിച്ചതിന് ശേഷം പിന്നെ സാവധാനം കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതിയല്ലോ. എന്തായാലും ഒരു കുഴപ്പവും വരാത്ത രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞൊന്ന് അവതരിപ്പിക്കണം. വിഷ്ണു ഇങ്ങനെ മനസ്സിൽ 1000 പ്ലാനുകൾ ഇങ്ങനെ ഇടുവാണ്. എന്ത് ചെയ്യണം? വിഷ്ണു അല്ലേ, ധൈര്യക്കുറവാണല്ലോ. ഈ സമയത്ത് ഹാളിലിരുന്ന് TV കാണുവാണ് നമ്മുടെ രാഘവേട്ടന് ഇഷ്ടപ്പെട്ട കുട്ടികളുടെ പ്രോഗ്രാമാണ് കാണുന്നത്. കുട്ടികളുടെ ആ പ്രോഗ്രാം കണ്ട് രാഘവേട്ടൻ ഇങ്ങനെ മതിമറന്ന് സന്തോഷിച്ചിരിക്കുവാണ്. ആ സമയത്ത് സത്യഭാമ അങ്ങോട്ട് വന്നിട്ട് രാഘവേട്ടനെ നോക്കുന്നുണ്ട്. പെട്ടെന്ന് സത്യഭാമ റിമോട്ട് ഇങ്ങോട്ട് എടുത്ത് വേറെ ചാനൽ മാറ്റി വെക്കുവാണ്. എന്തോ ആ ഭാമയെ നീ കാണിക്കുന്നത്? എന്തെങ്കിലും ഒന്ന് മനസമാധാനത്തോടെ കാണാമെന്ന് വിചാരിക്കുമ്പോൾ അപ്പം വന്നേക്കും. എന്നിട്ട് തോക്കെടുത്ത് വെടിവെക്കുന്ന പോലെ കൊണ്ട് ചാനലും മാറ്റും. ഒരല്പം മനസമാധാനത്തിന് വേണ്ടി എവിടെ വന്നിരിക്കുന്നത്? അത് സമ്മതിക്കത്തില്ലെന്ന് വെച്ചാൽ വലിയ കഷ്ടം തന്നെ. എന്റെ രാഘവേട്ട, മനസ്സിന് സമാധാനം തരുന്ന എന്ത് പരിപാടിയാ രാഘവേട്ടനെ ഉദ്ദേശിക്കുന്നത്? ഏത് പരിപാടി നോക്കിയാലും കൊലയും കൊള്ളയും തന്നെ. എന്നാൽ പിന്നെ വാർത്തയൊന്ന് കേൾക്കാന്ന് വിചാരിച്ചാലോ? എന്നാ പിന്നെ അന്നത്തെ ഉറക്കവും പോയത് തന്നെ. അല്ല രാഘവേട്ട, ഞാനൊന്ന് ചോദിക്കട്ടെ, പണ്ടേ ഈ ഫോണില്ലാതിരുന്ന കാലത്ത് മനുഷ്യർ എങ്ങനെയാ ജീവിച്ചിരുന്നത്? നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഗതിയാണ് ഈ ഫോണെന്ന് പറയുന്ന സാധനം. ഇന്നത്തെ എൻ്റെ അവസ്ഥ കണ്ടോ രാഘവേട്ട? ഒന്നും ചെയ്യാനാവാതെ മുഷിച്ചിലായിപ്പോയി. അതിന് ഭാമയുടെ ഫോൺ എന്തിയേ? അത് ഞാൻ രാഘവേട്ടനോട് പറഞ്ഞില്ലേ? ശ്യാമയുടെ കൈതട്ടി എൻ്റെ ഫോൺ താഴെ വീണ് ഡിസ്പ്ലേ പോയെന്ന്. രോഹിത് ശരിയാക്കാൻ കൊണ്ടുപോയിരിക്കുക, ഇപ്പൊ കൊണ്ടുവരും. രാഘവേട്ടന് മനസ്സിന് സമാധാനമുള്ള പ്രോഗ്രാമല്ലേ വേണ്ടത്? എന്നാൽ ഇത് കണ്ടോ എന്ന് നോക്കുമ്പോൾ ഒരു സന്യാസി ഇരുന്നുകൊണ്ട് പ്രഭാഷണം പറയുന്നതാണ്. രോഹിത് ഫോൺ ശരിയാക്കി കൊണ്ടുവന്ന് സത്യഭാമയുടെ കൊടുക്കുന്നുണ്ട്. ഫോൺ ശരിയാക്കി കിട്ടിയോ രോഹിത്ത്? അയ്യോ, ഇതില്ലാത്തത് കൊണ്ട് ഇന്ന് എന്തോരം ബോറടിയായിരുന്നെന്നറിയാവോ? ആരെങ്കിലും ഒന്ന് വിളിക്കാൻ പറ്റുമോ? എല്ലാ നമ്പറും ഇതിനകത്ത് തന്നെയല്ലേ? രോഹിത് TV നോക്കിയിട്ട് ചോദിക്കുന്നു, ഇതെന്താ സത്യാമ്മ ഇങ്ങനൊരു പരിപാടി വെച്ചേക്കുന്നത്? അതേ, രാഘവേട്ടന് ശാന്തിയും സമാധാനവും ഒക്കെ നിറഞ്ഞേ വാക്കുകൾ കേൾക്കണമെന്ന്. അപ്പൊ ഇതിനകത്താകുമ്പോ അങ്ങനെല്ലാം ഉള്ളു. അതിനാണെങ്കിൽ സന്യാസത്തോളം വലിയ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അങ്ങനെ രാഘവേട്ടൻ കാണുകയും കേൾക്കുകയും ചെയ്യട്ടെ. എന്നിട്ട് ശിഷ്ടകാലം കാശിയിലോ രാമേശ്വരത്തോ പോയി താമസിക്കട്ടെ. ഈ വീട്ടിൽ ഈ വയസ്സിലെ എന്റെ സ്ഥാനം ഇതാണെങ്കിലേ കുറച്ചുകൂടെ പ്രായം ചെന്ന് കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും എൻ്റെ അവസ്ഥ?
അപ്പോഴിതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് തന്നെ നല്ലത്. വിഷ്ണു ഇങ്ങനെ അവിടെ എത്തി നോക്കി അവിടെ നിൽപ്പുണ്ട് കേട്ടോ. ടിവിയിലെ സന്യാസി പറഞ്ഞുകൊണ്ടിരിക്കുക, നമ്മുടെ മനസ്സും ശരീരവും പ്രാർത്ഥനയിൽ അർപ്പിക്കുക, നമ്മുടെ മനസ്സിലെ ചിന്തകളെയും പ്രാർത്ഥനയിൽ ലയിപ്പിക്കുക, ഈശ്വരനിലോട്ടുള്ള ലക്ഷ്യസ്ഥാനം കണ്ടോണ്ട് മുന്നോട്ട് തന്നെ പോവുക. ഇതിൽ പരം ഒരു ആനന്ദം എവിടെ ലഭിക്കും? ഞാനെന്നും എന്റേതെന്നും ത്യജിച്ച അവസ്ഥയാണ് സന്യാസം. ഇത് കണ്ടിട്ട് ശ്യാമ വന്ന് ചോദിക്കുക, ഇതെന്തുവാ, കുടുംബത്തോടെ എല്ലാവരും ആത്മീയതയിലോട്ട് പോകാൻ പോവാണോ? ഒരു പൊട്ട ചിരിയും ചിരിച്ചോണ്ട് വിഷ്ണു വന്നിട്ട് പറയാ, അതെ, ഇന്നത്തെ കാലത്ത് എല്ലാവരും ആഗ്രഹിക്കുന്ന മനസമാധാനമാണല്ലോ. അതില്ലെങ്കിൽ പിന്നെ എന്ത് കിട്ടിയിട്ട് എന്താ കാര്യം? വിഷ്ണുവിന്റെ പെട്ടെന്നുള്ള ഒരു ഭാവമാറ്റോ ഈ പൊട്ടത്തരമൊക്കെ കണ്ടിട്ട് എല്ലാവരും ഇങ്ങനെ തിരിഞ്ഞിട്ട് വിഷ്ണുവിനെ തന്നെ നോക്കുവാണ്. ആ സന്യാസി പറയുന്നത് കറക്റ്റാണ്, അതിലേക്കുള്ള വഴിയാണത്. സന്യാസി വിടുന്ന പാടില്ല. വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുവാണ്, പ്രാർത്ഥനയ്ക്ക് ഏറ്റവും ഉത്തമമായ സ്ഥലം ക്ഷേത്രം തന്നെയാണ്. ക്ഷേത്രം ഒരു കണ്ണാടിയാണ്. ആ കണ്ണാടിയിലൂടെ നമ്മൾ കാണുന്നത് നമ്മളെ തന്നെയാണ്. നമ്മളിലുള്ള സ്വഭാവദൂഷ്യങ്ങളെ നീക്കി സ്വയം ശുദ്ധീകരിക്കാനും ക്ഷേത്രമാകുന്ന ഈ കണ്ണാടിക്ക് കഴിയും. വിഷ്ണു വീണ്ടും പൊട്ടച്ചിരി ചിരിച്ചോണ്ട് പറയുന്നു, വളരെ അർത്ഥവത്തായ വാക്കുകൾ അല്ലേ അച്ഛാ? ഇത് കേട്ടപ്പോൾ എനിക്ക് വീണ്ടും എനിക്ക് കേൾക്കണമെന്ന് തോന്നുവാ എന്നൊക്കെ പറയുമ്പോൾ രാഘവേട്ടന് ഭയങ്കര സംശയം. ഇവന്റെ തലയ്ക്ക് ഓളം വല്ലോ ആയോ? ഇവന് എന്ത് പറ്റി ഇങ്ങനെയൊക്കെ പറയാൻ? രാവിലെ സത്യമോൾ എഴുന്നേറ്റ് ഫോണിൽ വെച്ചോണ്ടിരിക്കുവാണ്. അച്ഛൻ എന്താ എന്നെ ഇതുവരെയും വിളിക്കാത്തത്? എന്റെ കാര്യം മറന്നുപോയതാണോ അതോ ഇനി ജോലി തിരക്കുകൊണ്ടാണോ? അച്ഛന്റെ ശബ്ദം ഒന്ന് കേൾക്കാൻ എന്താ ഒരു വഴി? ആ സമയത്ത് ശാലിനി സത്യമോളുടെ അടുത്തോട്ട് വന്നിട്ട് പറയുന്നു, സത്യമോളെ എളുപ്പം പോയി റെഡിയാകുക. അമ്മേ, നമ്മൾ എവിടെ പോകാനാ റെഡിയാകണമെന്ന് പറഞ്ഞ്? അത് മോളെ, നമ്മൾ വേറെ വീട്ടിലോട്ട് താമസം മാറുക. അപ്പോൾ ഈ വീടോ? ഈ വീട്ടിൽ ശാരദാമ്മ ഉണ്ടാകും. ശാരദാമ്മ വരുന്നില്ലേ? അപ്പോൾ ഈ ഹോട്ടലൊക്കെ ആര് നോക്കും? അമ്മേ, നമുക്ക് ശാരദാമ്മയും കൂടെ കൊണ്ടുപോകാം അമ്മേ. ശാരദാമ്മ ഉടനെ പറയാം, മോളെ, ശാരദാമ്മ വന്നാലേ ഈ ഹോട്ടൽ ആരാ നോക്കുന്നേ? ഇടയ്ക്കിടയ്ക്ക് ശാരദാമ്മ അങ്ങോട്ട് വരും മോളെ കാണാൻ. അച്ഛൻ വരുമോ അമ്മേ അങ്ങോട്ട്? ശാലിനി പെട്ടെന്ന് ചിരിച്ചോണ്ട് സത്യമോളോട് തലയാട്ടുകയാണ്, വരുവെന്നിങ്ങനെ. അത് കേട്ടപ്പോൾ ആ കുഞ്ഞിന് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. അമ്മേ, അമ്മ പറഞ്ഞത് ഉറപ്പാണോ? ഉറപ്പ്. ശാരദാമ്മ ചോദിക്കുന്നു, ഇപ്പോഴെന്റെ സത്യമൊക്കെ സന്തോഷമായോ? എന്നാൽ എളുപ്പം പോയി റെഡിയാകും, ഞാൻ ഇപ്പൊ റെഡിയായിട്ട് വരാവേ എന്നും പറഞ്ഞ് സത്യമോൾ അകത്തോട്ട് ഓടുവാണ്. അങ്ങനെ ശാലിനി വലിയ സന്തോഷത്തോടാണ്, ശാരദാമ്മയും അതേപോലെ സന്തോഷത്തോടെ തന്റെ മോക്കൊരു ജീവിതം കിട്ടാൻ പോവാണല്ലോ എന്ന് ഓർത്തിങ്ങനെ സന്തോഷിച്ചവര് വിഷ്ണുവിനെ നോക്കി നിൽക്കുവാണ്. ഇനി എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്? സത്യഭാമ വിഷ്ണുവിനെ അവിടെ തളച്ചിടുവോ? വിഷ്ണു അവിടെ നിന്ന് ചാടിക്കടക്കുവോ എന്നൊന്നും അറിയില്ല. അതെല്ലാം അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.